ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो। വീണ്ടും ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുവാനായിട്ടുള്ള സമയമാണ്. फिर से परमेश्वर के वचन के सम्मुख बैठने का समय है। തിരുവചനത്തിൽ നിന്ന് വളരെ അനുഗ്രഹീതമായ ചിന്തയാണ് പ്രിയ മകനിൽ കൂടെ നാം കേട്ടത്. बहुत ही अनुग्रहकारी बातों को हमने प्रिय भाई के द्वारा सुना। ഹിന്ദിയിൽ തന്നെ സംസാരിക്കാനായിട്ട് പറഞ്ഞത് നമ്മുടെ മധ്യത്തിൽ ചിലരുണ്ട്, പ്രത്യേകിച്ചും രാജീവും ഭാര്യ സഹോദരിയും. അവർക്ക് അത് പ്രയോജനപ്രദവും അനുഗ്രഹകരമായിട്ട് തീരും. അതിനുവേണ്ടിയാണ് ആ വിധത്തിൽ ക്രമീകരിച്ചത്. हिंदी में बोलने के लिए इसलिए कहा क्योंकि हमारे बीच में प्रिय भाई राजीव और अन्य जन हैं जो हिंदी भाषा समझते हैं, और इसीलिए उस प्रकार से बातों को हमने क्रमानुसार किया। തുടർന്നുള്ള സമയവും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില സത്യങ്ങൾ കേൾക്കുവാൻ വേണ്ടിയാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. बाकी समय भी बहुत ही आधारभूत बातों को हम सीखने के लिए परमेश्वर की संगति में बैठे हैं। ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന പല ഏഴിൻ്റെ ധ്യാനങ്ങളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. इन दिनों में विशेष तौर पर परमेश्वर की संगति में बैठकर 7 जो संख्या बातें जो परमेश्वर के वचन में है, 7 बातें करके जो आती हैं, उनको मैं विशेष तौर पर पठन कर रहा था। അങ്ങനെ ഇന്ന് ഈ പകൽ സമയത്ത് സ്ഥലസഭയുടെ 7 സഭായോഗങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. और आज मैं आपके सम्मुख रखना चाहता हूं जो हमारी कलीसिया है उसकी जो 7 कलीसिया की जो संगतियां हैं वो क्या हैं वो बताने की कोशिश। നാം അറിയുന്നത് പോലെ ബ്രദറൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ചലനാത്മകമായിട്ടുള്ള തുടക്കം കഴിഞ്ഞ് 200 വർഷം തികഞ്ഞിരിക്കുന്നു. हम जिस प्रकार जानते हैं जो ब्रदरन मूवमेंट है जो पिछले 200 साल से वो चलता आ रहा है। 1825 മുതൽ 1830 വരെയുള്ള കാലയളവിൽ ഏത് വിധത്തിലാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നത്? 1825 से लेकर 1830 तक किस तरीके से परमेश्वर के जन संगति करते थे? ഒരു പരിധി വരയ്ക്കും അതുപോലെ തന്നെയാണ് ഇപ്പോഴും നാം കൂടിക്കൊണ്ട് വരുന്നത്. एक अर्थ में देखा जाए तो उसी तरीके से आज भी हम सम्मिलित होते हैं। എന്നാൽ പലരും നാം ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു കൂടിവരവ് പോലെ ആയി പോകുന്നുണ്ട്. लेकिन कभी कभार जब हम इस प्रकार एकत्रित होते हैं वो एक बिल्कुल यांत्रिक रीति से मशीन तरीके से हो जाता है। കൂടുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് കൂടുന്നു. चूंकि हमको एक साथ मिलना है हम इस प्रकार सम्मिलित होते हैं। നാം അറിയുന്നത് പോലെ നവംബർ മാസം 27 മുതൽ 30 വരയ്ക്കും എറണാകുളത്ത് വെച്ച് ഒരു വലിയ ഒരു എന്താ പറയുന്നത് സംസ്കാരത്തിന്റെയും അക്ഷരത്തിന്റെയും ഒരു വലിയൊരു ഈവന്റ് അവിടെ നടക്കാൻ പോവുകയാണ്. हम जिस प्रकार जानते हैं इस नवंबर महीने के आखिरी दिनों में एर्नाकुलम में इस प्रकार जो अक्षरों का जो बहुत बड़ा एक सम्मेलन होने वाला है। അപ്പോൾ അതിൽ ഇന്ന് മനോരമ പേപ്പറിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും ഒരുമിച്ചുള്ള ഒരു കൂടിവരവ്, അതൊരു പുഴയായിട്ട് കടലിലേക്ക് ഒഴുകുന്ന ഞാൻ നീ എന്ന പദങ്ങൾ പോയി നാം എന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കടലിലേക്ക് ഒഴുകുക എന്ന രീതിയിലുള്ള ഒരു ഈവന്റ് ആണ്. इन सब बातों को मैं शायद अनुवाद नहीं कर पाऊंगा, लेकिन मनोरमा जो मलयालम पत्रिका है उस पर इस प्रकार लिखकर आया कि इस जो सम्मेलन में होने वाला है वो मैं या तुम को हटाकर हम एक साथ मिलकर कुछ बातें इस अक्षरों के बारे में हम सीखेंगे। ഉൽപ്പത്തി പുസ്തകം മുതൽ നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ എല്ലാം നാം കാണുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലെ വാഞ്ച എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മ എന്നുള്ളത്. जब हम उत्पत्ति की पुस्तक को देखते हैं और सीखते हैं, हम इस बात को समझ पाते हैं कि परमेश्वर के मन की जो इच्छा वो ये है कि वो परमेश्वर मनुष्य के साथ समय बिता पाए। ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഓരോ അപരാഹ്ന സമയത്ത് വലിയവനായ ദൈവം ആ ഏദൻ പൂങ്കാവനത്തിൽ വന്ന് മനുഷ്യരുമായിട്ട് സഹവാസം കഴിക്കുക, അവരുമായിട്ട് സമയം ചെലവഴിക്കുക എന്ന വാക്യം നാം വായിക്കുന്നുണ്ട്. जब हम उत्पत्ति पुस्तक के शुरुआती अध्यायों में पढ़ते हैं, हम इस बात को समझ पाते हैं कि परमेश्वर हर शाम के समय मनुष्य के पास आकर उसके साथ समय बिताने के लिए काफी आग्रह के साथ आता रहा। എന്നാൽ പാപം പ്രവേശിച്ചപ്പോൾ ആ ബന്ധം അവിടെ നഷ്ടപ്പെട്ടു, അത് അറ്റുപോയി. लेकिन जब पाप का प्रवेश हुआ वहां पर उस संबंध वहां पर रुक गया। എന്നാൽ പിന്നീട് നാം കാണുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിലും ദൈവത്തിന്റെ ഹൃദയത്തിലെ വാഞ്ച. लेकिन उसके बाद हम जब
निर्गमन निर्गमन की पुस्तक में आते हैं, तब हम इस बात को देखते हैं कि परमेश्वर की उसी इच्छा को वो व्यक्त करता है। 25-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. निर्गमन की पुस्तक उसका 25वां अध्याय उसका 8वें पद को हम इस प्रकार पढ़ते हैं, और वह मेरे लिए एक पवित्र स्थान बनाए कि मैं उनके बीच निवास करूं। 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ വാഞ്ചയാണ് അവിടെ വെളിപ്പെടുന്നത്. ये परमेश्वर के जो हृदय की इच्छा है वहां पर प्रदर्शित वो करता है। ഇന്നത്തെ ഈ നമ്മൾ സഭായുഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ കൃപായുഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ സ്ഥല സഭയിലും നമ്മോടൊപ്പം സമയം ചെലവഴിപ്പാൻ വേണ്ടിയാണ്. आज जब हम कृपा के युग में हैं कलीसिया के तौर पर, परमेश्वर की इच्छा यह है कि हर एक कलीसिया में परमेश्वर हमारे साथ वास कर सके। ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗാദറിംഗിലല്ല, അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഗാദറിംഗിലല്ല, एक अंतरराष्ट्रीय सम्मेलन नहीं, एक राष्ट्रीय सम्मेलन नहीं, എന്നാൽ ഒരു സ്ഥല സഭയില് ദൈവമക്കളായ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ അവന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ ഉണ്ട്. लेकिन एक कलीसिया में जब परमेश्वर के जन एक साथ इकट्ठा होता है, उनके बीच में परमेश्वर की उपस्थिति है। മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ആ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യമാണ്. मत्ती सुसमाचार में इस बात को हम व्यक्त तौर पर पढ़ते हैं। പലപ്പോഴും ആ വാക്യം പറയുന്ന സമയത്ത് ചിലര് അത് അറിവില്ലായ്മയിലാണോ എന്താണ് അവർ പറയുന്നത്, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളാം എന്നാണ് കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണോ? लेकिन कई बार हमारे अज्ञानता में हम उस पद को इस प्रकार पढ़ते हैं, 2 या 3 जन जब मेरे नाम में एकत्रित होते हैं वहां पर मैं उपस्थित होऊंगा, ऐसा लिखा है वहां पर? അങ്ങനെയാണോ? ऐसा है? ഉണ്ട്. അതിന്റെ അർത്ഥം നാം അവിടെ കൂടി വരുന്നതിന് മുൻപ് തന്നെ ദൈവം അവിടെ ഉണ്ട്, അവിടെയാണ് നാം ഒരുമിച്ച് കൂടുന്നത്. वहां पर इस प्रकार लिखा है कि परमेश्वर की उपस्थिति वहां पर पहले से है, जहां पर हम एकत्रित होते हैं परमेश्वर हमसे पहले वहां पर उपस्थित है। അപ്പൊ ദൈവ കൂടിവരവിന്റെ മധ്യത്തിൽ ദൈവമായിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തുടിപ്പ്, ഒരു ഹൃദയ വാഞ്ചയാണ്. परमेश्वर के लोग जहां पे इकट्ठा होते हैं वहां पर परमेश्वर की उपस्थिति है, इसका मतलब ये है परमेश्वर की हृदय की ये बहुत बड़ी इच्छा और आग्रह है। ആ വാഞ്ച നമ്മുടെ അരുമനാഥന്റെ ഹൃദയത്തിൽ ഉള്ളപ്പോ നാം കൂടി വരുന്ന സമയത്ത് ആ താല്പര്യത്തോടു കൂടിയാണോ നമ്മൾ കടന്നു വരുന്നത്, അതോ യാന്ത്രികമായിട്ട് കൂടി വരികയാണോ? जब हमारे परमेश्वर के मन की इच्छा इतनी बड़ी है, जब हम परमेश्वर की उपस्थिति में आते हैं, क्या हमारे मन की इच्छा इस प्रकार है या हम इस प्रकार यांत्रिक तौर पर इकट्ठा होते हैं? ദാവീദിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. दाविद के शब्दों को आप थोड़ा ध्यान दीजिए। സങ്കീർത്തനം 26-ന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. भजन संगीता 26 के 8 में हम इस प्रकार पढ़ते हैं, और तेरे सब आश्चर्य कर्मों का वर्णन करूं है यहोवा, मैं तेरे धाम से तेरी महिमा के निवास स्थान से प्रीति रखता हूं। നിന്റെ ആലയമായ നിന്റെ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവുമായത് എനിക്ക് പ്രിയമാകുന്നു. है यहोवा मैं तेरे धाम से तेरी महिमा के निवास स्थान से प्रीति रखता हूं। അതുകൊണ്ട് ആണ് 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം വാക്യത്തിൽ ദാവീദ് തന്നെ പറയുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. इसीलिए भजन संगीता 27 के 4 पद की तरफ जब हम आते हैं, हम इस प्रकार पढ़ते हैं, एक वर मैंने यहोवा से मांगा है, उसी के यत्न में लगा रहूंगा कि मैं जीवन भर यहोवा के भवन में रहने पाऊं, जिससे यहोवा की मनोहरता पर दृष्टि लगाए रहूं और उसके मंदिर में ध्यान किया करूं। അതുകൊണ്ട് ദൈവമക്കളെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, എനിക്കൊരു അപേക്ഷയുണ്ട്. വളരെ താഴ്മയോട് വിനയത്തോടുകൂടി പറയുകയാണ്, സഭായോഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പരമപ്രധാനമായ സ്ഥാനം കർത്താവ് യേശു ക്രിസ്തുവിന് നൽകി അവന് മഹത്വം കരയേറ്റുവാൻ വേണ്ടി ആ ചിന്തയോടുകൂടെ ഒരുമിച്ച് കൂടുവാനായിട്ട് വരുന്ന നാളുകളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. इसलिए मेरे प्रिय भाइयों बहनों, जब हम परमेश्वर के कलीसिया में उसकी संगति में जब आते हैं, उस प्रभु यीशु मसीह को पहला स्थान देकर एक साथ मिलकर उस परमेश्वर की महिमा के लिए एकत्रित हुए। ആദ്യ നൂറ്റാണ്ടില് ദൈവമക്കളായ പ്രിയപ്പെട്ടവർ അവർ ഒരുമിച്ച് കൂടി വരുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ ബ്രദറൻ മൂവ്മെന്റ് ആരംഭിച്ചപ്പോൾ അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്ന സഭായോഗങ്ങൾ ഏതൊക്കെയായിരുന്നു? പെട്ടെന്ന് ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
വായിക്കുന്നത്. पहली सदी में किस प्रकार परमेश्वर के जन इस प्रकार एकत्रित सम्मिलित हुए और इस ब्रदरन मूवमेंट के पश्चात किस प्रकार लोग परमेश्वर की संगति में आए, उन बातों को मैं कुछ शब्दों में बताना चाहूंगा। ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതിന്റെ ഒരു പരിധി വരയ്ക്കും നമ്മൾ അതുപോലെ തന്നെ കൂടി വരുന്നുണ്ട്. जिस प्रकार मैंने पहले कहा कि एक हद तक हम उसी प्रकार सम्मिलित होते हैं, എന്നാൽ അതിൽ ആ ആത്മാവിന്റെ ആ നടത്തിപ്പ് പൂർണ്ണമായിട്ട് ആ കൂടിവരവിലെല്ലാം ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. लेकिन इन सम्मेलनों में इस प्रकार जब हम इकट्ठा होते हैं, आत्मा की सहभागिता और उपस्थिति उसी प्रकार है, उस बात में थोड़े सवाल जरूर हैं। അങ്ങനെ 7 കൂടിവരവുകളെ കുറിച്ച് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. इन 7 सम्मेलनों के विषय में मैं एक और बार आपको याद दिलाना चाहता हूं। ദൈവമക്കളെ സംബന്ധിച്ച് ഒന്നാമത്തേതൊരു കൂടിവരവ് എന്ന് പറയുന്നത് ഒരു ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കൂടി വരുന്ന സഭായോഗം. परमेश्वर के जनों के संबंध में इस एक सप्ताह के पहले दिन जब हम एकत्रित होते हैं, वो है सबसे पहली सभा। അതിന് നാം മുഖ്യസ്ഥാനം കൊടുക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. उसको एक बहुत ही प्रधान स्थान हम देते हैं, उसमें बिल्कुल सवाल नहीं। വേർപെട്ട ദൈവജനത്തിന്റെ സഭയിൽ ഒരു പ്രത്യേകത തന്നെയാണ് ഓരോ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഒരുമിച്ച് കൂടി വന്ന് ഓർമ്മയുടെ ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളത്. हम जब इस प्रकार एकत्रित होते हैं सप्ताह के पहले दिन और इस यादगार की इस भागीदारी में जब हम एकत्रित होते हैं आराधना के लिए, वो एक बहुत ही महत्वपूर्ण संगति है। എന്നാൽ പലപ്പോഴും നാം അതിന് കൊടുക്കേണ്ടിയ ഗൗരവം, അതിന്റെ സ്ഥാനം നമ്മൾ കൊടുക്കാറില്ല. लेकिन कई बार हम जिस उसको प्रधान स्थान देना है वो हम देते नहीं, അപ്പോഴാണ് ഒരു ചടങ്ങായിട്ട് അത് മാറുന്നത്. तब वो केवल एक कर्म के रूप में ठहर जाता है। അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 35-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, जब हम प्रेरितों के काम उसका 27वां अध्याय और उसके 35वें पद को जब हम पढ़ते हैं, 27-35 നാം കാണുന്നത് അപ്പോസ്തലനായ പൗലോസ് അവിടെ അവരുടെ മധ്യത്തിൽ അപ്പം നുറുക്കി ഭക്ഷിച്ചുവെന്ന്. वहां पर हम इस प्रकार पढ़ते हैं, प्रेरित पौलुस वहां पे लिखता है, यह कहकर उसने रोटी लेकर सबके सामने परमेश्वर का धन्यवाद किया और तोड़कर खाने लगा। അത് തിരുവത്താഴ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണോ? वो क्या परमेश्वर के इस मेज को दर्शाने वाला एक संगति है? ആണോ? ऐसा है क्या? അവിടെ നന്ദി കരേറ്റി നുറുക്കി ഭക്ഷിച്ചെന്ന് വായിക്കുന്നുണ്ട്. वहां पर उसने धन्यवाद किया, उसको तोड़कर खाने लगा, इस प्रकार हम पढ़ते हैं। That was a simple meal. അത് വെറും ആഹാരം കഴിക്കുന്ന ഒരു രംഗമായിരുന്നു. वो केवल एक खाना खाने का, एक भोजन करने का एक समय था। ആശ അറ്റുപോയ ഒരു ജനത്തിന്റെ മധ്യത്തിൽ, അത് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, 20-25 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ആശ അറ്റുപോയ ജനത്തിന്റെ മധ്യത്തിലാണ് പൗലോസ് നിന്ന് ചിലത് സംസാരിച്ചത്. उस भाग को जब हम पढ़ते हैं तो हमें समझ में आता है कि उस प्रकार के लोग थे जिनमें कोई आशा नहीं, उनके जीवन में उस प्रकार से निराशा में जब वो थे, उनके सम्मुख इन बातों को वो कहता है। അവരുടെ മധ്യത്തിൽ പൗലോസ് നിന്നുകൊണ്ട് പറഞ്ഞതാണ്, ധൈര്യപ്പെടുവിൻ. उनके बीच में पौलुस खड़ा होकर कहता है कि तुम साहस बांधो, ഞാൻ യഹോവയിൽ വിശ്വസിക്കുന്നു. मैं परमेश्वर पे विश्वास रखता हूँ। അതിനുശേഷമാണ് അവർ കാണെ അവൻ അപ്പം എടുത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞ് നുറുക്കി അവൻ ഭക്ഷിച്ചു. और उसके बाद जब वो देख रहे थे, वो परमेश्वर का धन्यवाद कर कर तोड़कर उसको खाने लगा। 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ഇന്ന് വായിച്ചല്ലോ. पहला कुरिन्थी 11वें अध्याय से आज हमने पढ़ा। നമ്മൾ 23 മുതൽ വായിക്കുന്നുണ്ട്, പലപ്പോഴും 22-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. हम 23वें पद से अक्सर पढ़ते हैं, लेकिन 22वां पद हम ध्यान नहीं देते हैं। അവിടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ പറയുന്നത്, തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിക്കുന്നുവോ? നിങ്ങളോട് എന്ത് പറയണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. क्या खाने पीने के लिए तुम्हारे घर नहीं, या परमेश्वर की कलीसिया को तुच्छ जानते हो और जिनके पास नहीं है उन्हें लज्जित करते हो? मैं तुमसे क्या कहूं? क्या इस बात में तुम्हारी प्रशंसा करूं? मैं प्रशंसा नहीं करता। എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യത്തോടു കൂടി പൗലോസ് അവരോട് സംസാരിക്കുന്നത്? इतने क्रोध के साथ पौलुस उनसे क्यों बात करता है? കാരണം കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തില് യഹോവയെ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവിടേക്ക് അപ്പോസ്തലന്മാര് സുവിശേഷമായിട്ട് കടന്നുപോയത്. क्योंकि उस कोरिन्थ जो वहां पे नगर है, वहां पे परमेश्वर की इच्छा के अनुसार वो परमेश्वर के वचन के साथ प्रिय भाईजन गए। എന്നാൽ അവര് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്ന മഹൽക്കരമായ ഒരു അനുഷ്ഠാനത്തെ അവരൊരു സാധാരണ ഒരു സോഷ്യൽ ഗാദറിംഗ് ആയിട്ട് മാറ്റി ഒരു അവസ്ഥയായിരുന്നു. लेकिन उन्होंने जो परमेश्वर के जो विशुद्ध जो मेज है उसको एक सामूहिक प्रकार से एक क्रम के रूप में उन्होंने बदल दिया।
ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുക, വേർപെട്ട ദൈവജനത്തിന്റെ മധ്യേ ഈ ഓർമ്മയുടെ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി ഓരോ കർത്തൃ ദിവസവും നമ്മൾ കടന്നു വരുമ്പോൾ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത്. प्रिय भाइयों बहनों, इस बात को तुम हम ध्यान रखें और याद रखें, जब हम इस प्रकार परमेश्वर की यादगारी के लिए ये करने के लिए आते हैं, कितने जिज्ञासा के साथ और प्रधानता के साथ हम इन बातों को करते हैं. അതിനുവേണ്ടി ശാരീരികവും മാനസികവും ആത്മീകമായിട്ട് ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ കടന്നു വരുന്നത്. शारीरिक तौर से, आत्मिक तौर से, मानसिक तौर से तैयारी के साथ क्या हम आते हैं. ഇന്ന് നമുക്കറിയാം, പുതിയ നിയമപ്രകാരമുള്ള ധാരാളം സഭകളുണ്ട്. आज हम जानते हैं कि नए नियम के अनुसार काफी सारी कलीसियाएं हैं. എന്നാൽ ചിലർക്ക് മാസത്തിൽ ഒരിക്കൽ, ചിലർക്ക് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്ന അനുഷ്ഠാനം അവർ ആചരിക്കുന്നത്. लेकिन कई लोगों को महीने में एक बार या फिर किसी विशेष दिनों में केवल इस प्रकार मेज रखकर परमेश्वर की आराधना करते हैं. എന്നാൽ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അപ്പം നുറുക്കുവാൻ വേണ്ടി. आज इस प्रकार हम प्रेरितों के काम 20वें अध्याय और उसके 7वें पद में पढ़ते हैं. व्यक्ति तौर पर लिखा है, सप्ताह के पहले दिन जब हम रोटी तोड़ने के लिए इकट्ठे हुए. ദൈവമക്കളെ, ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട വിഷയമാണ്. बहुत ध्यान से हमें लेने का एक विषय है. നമ്മൾ ആത്മീകമായിട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സോഷ്യൽ ഗാദറിംഗിന് വേണ്ടി കൂടുന്ന ഒരു സമയമല്ല ഈ സമയം. जब हम आत्मिक तौर पर परमेश्वर के जन एकत्रित होते हैं, वो एक सामूहिक सम्मेलन नहीं है. ഈ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും ചിലര് തെറ്റിച്ച് പറയുന്നത് അപ്പവും വീഞ്ഞും അല്ല. അപ്പവും പാനപാത്രവും, തിരുവെഴുത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്, അപ്പം ബ്രെഡ്, അതുപോലെ തന്നെ പാനപാത്രം കപ്പ്, അവിടെ വൈൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. जब हम रोटी से और प्याले से भाग लेते हैं, वो रोटी और प्याला लिखा है, वहां पे उस प्रकार से वाइन या फिर प्याला, वाइन नहीं लिखा हुआ, पे प्याला लिखा हुआ है. അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും അതേ ഗൗരവത്തിൽ നിന്ന് പങ്കെടുക്കുവാൻ ഒരുക്കത്തോടുകൂടി, ശാരീരികവും മാനസികവും ആത്മീകമായിട്ട് ഒരുക്കത്തോടുകൂടി കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. सो जब हम रोटी और प्याले से भाग लेने के लिए एकत्रित होते हैं, हम मानसिक तौर पर, शारीरिक तौर पर, आत्मिक तौर पर पूर्ण तैयारी के साथ एकत्रित होना जरूरी है. രണ്ടാമത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് സഭയായിട്ട് നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വരുന്ന യോഗം. और दूसरे जो सम्मेलन जो हम एकत्रित होते हैं, वो प्रार्थना सभा है. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ കൂടിവരവിനെ കുറിച്ച് നാം കാണുന്നു. प्रेरितों के काम 4वें अध्याय में उस प्रकार से एक प्रार्थना सम्मेलन को हम देखते हैं. 4-ാം അധ്യായത്തിൽ 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ആ ഭാഗം നാം കാണുന്നത്. 4वां अध्याय 23 से लेकर 33वें पद तक हम उन बातों को पढ़ते हैं. പത്രോസും യോഹന്നാനും അവർ കാരാഗൃഹത്തിലായിരുന്നു. അവിടെ നിന്ന് അവർക്ക് മോചനം ലഭിച്ചു. അവർ മടങ്ങി വന്നു. पतरस और यूहन्ना वहां पर जेल में थे, वहां से उनको छुटकारा मिला और वो वापस आए. അവരെവിടേക്കാ വന്നത്? कहाँ की तरफ आए वो? 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കലേക്ക് ചെന്നു. वे छूटकर अपने साथियों के पास आए അതിനുശേഷം അവർ കാര്യങ്ങൾ വിവരിച്ചു പറഞ്ഞു. और उनसे उन्होंने वर्णन किया. അവിടെ നമ്മൾ 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട ദൈവത്തോട് നിലവിളിച്ചു. 24वें पद में पढ़ते, ये सुनकर उन्होंने एक चित होकर ऊंचे शब्द से परमेश्वर से कहा. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. वो प्रार्थना किए परमेश्वर के सम्मुख. നമ്മുടെ സ്ഥലസഭയിലെ പ്രാർത്ഥന കൂടിവരവ് എന്നാണ്? हमारे जो कलिसिया है उसकी प्रार्थना सभा कब है? സഹോദരന്മാരുടെ പ്രാർത്ഥന കൂടിവരവ്. സഹോദരന്മാരാണ് കൂടി വരുന്നത്. जब भाईजन एकत्रित होते हैं. ഓരോ ചൊവ്വാഴ്ച ദിവസം വൈകുന്നേര സമയം ചുരുക്കം സഹോദരന്മാർ കടന്നു വരുന്നു. हर एक ट्यूसडे हम एकत्रित होते हैं. എന്തുകൊണ്ടാണ് കടന്നു വരുന്നത്? क्यों हम इकट्ठा होते हैं? പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്നു. प्रार्थना के लिए. ഈ കാര്യത്തിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭയും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രദറൻ മൂവ്മെന്റ് തുടക്കത്തിലും പ്രാർത്ഥന കൂടിവരവിന് തുല്യ പ്രാധാന്യം കൊടുത്താണ് അവർ ഒരുമിച്ച് കൂടി വന്നത്. पहले सदी के कलीसिया और ब्रदरन मूवमेंट, उसके बाद की कलीसिया, सब इस प्रार्थना सभा को काफी ध्यान देते थे. ചൊവ്വാഴ്ച ദിവസം മാത്രം കൂടണം എന്നല്ല, പ്രത്യേകമായ വിഷയങ്ങൾ, നമ്മുടെ സഭയുടെ മുമ്പിൽ നമുക്ക് ഉത്തരം ലഭിക്കാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് ഒരു സന്ധ്യാസമയം, ഒരു രാത്രി സമയം, ഒരു പ്രഭാത സമയം സൗകര്യം പോലെ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥനയിൽ മാത്രം സമയം ചെലവഴിക്കുന്ന ഒരു പ്രവണത നമ്മളിൽ ഉണ്ടായിരിക്കണം. केवल एक ट्यूसडे शाम के वक्त ही नहीं, किसी सुबह के समय, किसी शाम के समय, एक व्यक्ति तौर पर एक समय हम चुनकर परमेश्वर के सम्मुख प्रार्थना के लिए सभा या फिर कलीसिया के लोग एकत्रित होना बहुत जरूरी है. അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ ഒന്ന് ശ്രദ്ധിക്കുക. जब वो मिलकर प्रार्थना करते हैं, उसके उस प्रत्येक बातों को आप थोड़ा ध्यान दीजिए. ഒന്ന്, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു.
पहली बात हमने देखा वो एक चित होकर प्रार्थना किए। ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കൂടിവരവിന് വരുന്ന സമയത്ത് മനസ്സിൽ മുൻവിധി വെച്ചിട്ട് വരുവാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ കൂട്ടായ്മയ്ക്കോ യാതൊരു അർത്ഥവുമില്ല. प्रियजनों, इस बात को ध्यान रखें, हम जब प्रार्थना के लिए एकत्रित होते हैं, अब अगर हम मन में पहले से कुछ बातों को सोच कर आते हैं और एक चित नहीं, तो परमेश्वर हमारी इस प्रार्थनाओं को कभी नहीं सुनेगा। 24-ാം വാക്യത്തിൽ വളരെ പ്രത്യേകമായിട്ട് ദൈവാത്മാവ് എഴുതിയിരിക്കുന്ന ആ വാക്യം ശ്രദ്ധിക്കുക. അവർ ഒരുമനപ്പെട്ട് 24वें पद में बहुत ही व्यक्त तौर पर परमेश्वर की आत्मा ने ये लिखा है, उन्होंने एक चित होकर ऊंचे शब्द से। 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏത് വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കണം ആ വിഷയങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അവർ പ്രാർത്ഥിച്ചു. 24 पद से लेकर 28 पद तक जब हम पढ़ते हैं, जिन बातों को प्रधानता देनी है उन बातों को प्रधानता देते हुए उन्होंने प्रार्थना की। വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. परमेश्वर के वचन से जो उनको परमेश्वर ने अनुग्रह दिया है, जो बातें लिखी है, उस बातों को लेकर कहकर उन्होंने प्रार्थना की। അത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനെയാണ്? അവരുടെ പ്രാർത്ഥന ദൈവവചനത്തിൽ അതിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ये किस बात को दर्शाता है? उनकी जो प्रार्थनाएं थी परमेश्वर के वचनानुसार थी। അത് മാത്രമല്ല 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവര് ടു ദ പോയിന്റ്, അവര് പ്രാർത്ഥനാ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. उसके 29 और 30 पद को जब हम पढ़ते हैं, हम समझ सकते हैं प्रार्थना बहुत विशेष तौर पर जो बातें प्रार्थना करनी है केवल उन्हीं बातों को ध्यान देकर उन्होंने प्रार्थना किया। ദൈവമക്കളെ, ഞാൻ വീണ്ടും താഴ്മയോടുകൂടി പറയട്ടെ, സഭയുടെ പ്രാർത്ഥനാ യോഗത്തില് മറ്റ് യോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ തുല്യ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരിക. प्रियजनों, मैं फिर से नम्रता के साथ आपसे निवेदन करता हूं, प्रार्थना की जो सभा है उसको अन्य सभाओं के सेम जो उनको उस तुलना में एक ही ध्यान देकर आप उन सभाओं में एकत्रित हुए। ഒരു സഹോദരനുണ്ട് നമ്മുടെ സഭയിൽ, एक भाई है हमारे कलीसिया में, മുടക്കം കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും വളരെ ദൂരെ സഞ്ചരിച്ച് സമയത്ത് തന്നെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സഹോദരൻ. वो भाई काफी दूर यात्रा कर कर एक भी सप्ताह ना छोड़कर यहाँ पर प्रार्थना के लिए एकत्रित होते हैं। ആരാണ് നമുക്ക് നന്നായിട്ട് അറിയാം. हम बहुत अच्छी तरह जानते हैं उसको। വളരെ ചുരുക്ക സന്ദർഭങ്ങളിൽ മാത്രമേ അദ്ദേഹം അതിൽ നിന്ന് ആബ്സെന്റ് ആയിട്ടുള്ളൂ. बहुत ही कम संदर्भों में उस सभा से वो उस योग से वो नहीं आए। എന്തൊരു നല്ല മാതൃകയാണ്. നമുക്കതനുസരിക്കാനായിട്ട് പറ്റുമോ? कितना अच्छा उदाहरण, क्या हम उसको अपने जीवन में ले सकते हैं? അടുത്തത്, പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോട്ടെ. മൂന്നാമത്തേത് നാം കാണുന്നത് നമ്മുടെ മധ്യത്തിൽ ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ വേദവചന പഠനം എന്ന പരമ്പര. तीसरी बात जो हम बढ़ते हैं, परमेश्वर के वचन का सीखना या उसको पढ़ना। ഈ കാര്യത്തിൽ എന്തുമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു? इस बात में हम कितना ध्यान लगाते हैं? നമുക്കറിയാം, ഈ ടീച്ചിങ് എന്ന് പറയുന്നത് അതൊരു ഗിഫ്റ്റാണ്. हम जानते हैं सिखाना एक वरदान है। എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. एफिसियों की पत्री 4वां अध्याय और उसके 14वें पद में 11वें पद में इस प्रकार पढ़ते हैं। 4:11 മലയാളത്തിൽ ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ സം ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ്. അവരെ ഉപദേശിപ്പാൻ, പഠിപ്പിക്കാനായിട്ടുള്ള ആ ഗിഫ്റ്റ് അവർക്കുണ്ട്. कुछ लोगों में इस प्रकार दूसरों को सिखाने का एक वरदान परमेश्वर ने दिया है। റോമാലേഖനം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ ഗിഫ്റ്റ് ഉള്ളവര് അത് അവർ എക്സർസൈസ് ചെയ്യണം, അത് അവർ പ്രവർത്തിക്കണം, അത് അവർ ആചരിക്കണം. रोमियो की पत्री 12वें अध्याय 7वें पद में हम देखते हैं जिनको सिखाने वाले का वरदान है उनको सिखाना, दूसरों को सिखाना बहुत जरूरी है। സഭയായിട്ട് വചനം പഠിക്കാനായിട്ട് ക്രമീകൃതമായിട്ട് കടന്നു വരുന്നത് ഒരു സഭായോഗമാണ് എന്ന ഗൗരവത്തോടുകൂടി നാം എടുക്കുക. कलीसिया के तौर पर क्रमानुसार परमेश्वर के वचन को सीखने के लिए जब आते हैं उसको परमेश्वर के वचन अध्ययन के लिए उस सम्मेलन हम कहते हैं। അതിന് ആ ദിവസമോ സന്ദർഭമോ നമുക്ക് അനുകൂലമായിട്ട് വരുന്നില്ലെങ്കിൽ സഭയായിട്ട് ആലോചിച്ച് എല്ലാവർക്കും സൗകര്യപ്രദമായ ദിവസത്തിൽ അത് ക്രമീകരിക്കുക. अगर वो दिन या वो समय हमारे लिए अनुकूल नहीं, हम एक साथ सोचकर उसमें बदलाव ला सकते हैं। ചുരുക്കം ചിലർ വന്ന് ഒരുമിച്ചിരുന്ന് ആ ഒരു ശുശ്രൂഷ നിർവഹിച്ച് മടങ്ങി പോകുന്ന ഒരു സ്ഥിതിയിലല്ല. സഭയായിട്ട് വചനം പഠിക്കണം. कुछ लोग, बहुत कम लोग एकत्रित होकर परमेश्वर के वचन को सीखने आए, इस प्रकार नहीं, सब एक साथ कलीसिया मिलकर उन बातों को सीखना जरूरी है। ഇത്രയും പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആദ്യ നൂറ്റാണ്ടിലും പിന്നീടും ഉണ്ടായിരുന്നു. അത് മിഷണറി റിപ്പോർട്ട് മീറ്റിംഗ് എന്ന്.
मैं आगे बढ़ना चाहता हूँ। आगे एक बहुत ही प्रधान सम्मेलन ये था, वो परमेश्वर की सेवकाई के लिए सेवकाई का जो प्रदर्शन या उसका विवरण देने वाला एक सम्मेलन। ഈ വേദ പഠനത്തെക്കുറിച്ച് ഒരു വാക്യം ഒന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി മുൻപോട്ട് പോകാൻ. നമുക്കറിയാവുന്ന വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. परमेश्वर के वचन के अध्ययन के विषय में एक और पद पढ़कर मैं आगे बढ़ना चाहूंगा। 11:26 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് മുമ്പിലത്തെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ നല്ല മനുഷ്യനായ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായ ബർന്നബാസ് അവൻ തർശീഷ് വരയ്ക്ക് പോയി അവിടെ നിന്ന് പൗലോസിനെ കൂട്ടിക്കൊണ്ട് വന്നു. 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. 26वें पद में इस प्रकार हम पढ़ते हैं, और ऐसा हुआ कि वो 1 वर्ष तक कलीसिया के साथ मिलते और बहुत लोगों को उपदेश देते रहे। ബർന്നബാസ് ചിന്തിച്ചു, ഞാൻ എന്തിനാ ഇനി വേറെ എവിടെ നിന്നെങ്കിലും ആൾക്കാരെ വിളിച്ചോണ്ട് വരുന്നത്? ഞാനൊരു നല്ലവനല്ലേ, ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനല്ലേ, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചാൽ മതി. ചിന്തിച്ചോ? क्या बरनबास ने ऐसा सोचा कि मैं एक अच्छा परमेश्वर का दास हूं, मैं क्यों दूर से लोगों को परमेश्वर के वचन सिखाने के लिए अपनी सभा में लेकर आऊं, मैं खुद सिखा नहीं सकता क्या? താൻ തർശീസിലേക്ക് പോയി അവിടെ നിന്ന് പൗലോസിനെ കൂട്ടി വന്നു. എന്നിട്ട് ഒരു വർഷത്തോളം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രമീകൃതമായിട്ട് വചനം പഠിക്കുന്ന ഒരു രീതി ആ സഭയിലുണ്ടായിരുന്നു. वो तरसुस की तरफ गया, वहां पे पौलुस को लेकर आया और 1 वर्ष तक वो कलीसिया के तौर पर मिलते हुए उपदेश और सीखते रहे। ഏതെങ്കിലും ഒരു സുവിശേഷകനെ വിളിച്ചിട്ടോ ഏതെങ്കിലും ഒരു ബൈബിൾ ടീച്ചർ എന്ന് പറയുന്ന സോ കോൾഡ് സുഡോ നോളജ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ടോ അല്ല, ആ വിഷയം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും കഴിവുള്ള വ്യക്തിയെ കൊണ്ടുവന്ന് സഭയെ പോഷിപ്പിക്കുക. किसी भी परमेश्वर के दास को बुलाकर लेकर आना नहीं, लेकिन जिस विषय को हम पढ़ना चाहते हैं उस विषय में जिसकी योग्यता है उस दास को हम लेकर आए और वचन पढ़ना। സഭാ മൂപ്പന്മാരും ശുശ്രൂഷകരും സഭയില് ആത്മീക ആഹാരം ഏറ്റവും പോഷ്യമായത്, ഏറ്റവും നല്ലത്, മെച്ചമായത് നൽകുവാനായിട്ടുള്ള ഒരു വാഞ്ച, ഒരു താല്പര്യം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. कलीसिया के जो दासगण हैं, जो कलीसिया की बातों को देख रेख करते हैं, वो सब मिलकर उनके हृदय की इच्छा ये होनी चाहिए कि सबसे अच्छी चीज कलीसिया की तरफ परमेश्वर के वचन के संदर्भ में आए। അടുത്തത് ഞാൻ പറഞ്ഞത് മിഷണറി റിപ്പോർട്ട് മീറ്റിംഗ്. जो अगला जो सम्मेलन है वो मैंने कहा जिस प्रकार परमेश्वर की सेवकाई जो हम करते हैं उसका एक विवरण। സുവിശേഷപരമായിട്ടുള്ള ദൗത്യങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആ വിഷയങ്ങൾ പങ്കുവെക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ദൈവത്തെ സ്തുതിക്കുക. परमेश्वर की जिस प्रकार हम गवाही देते हैं, परमेश्वर के प्रवर्तनों में हम लगते हैं, उन बातों को करने के बाद कलीसिया में आकर उसकी गवाही देना। അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആദ്യത്തെ മിഷണറി ജേർണിക്ക് വേണ്ടി പൗലോസും ബർന്നബാസും ഒരുങ്ങുന്നത്. प्रेरितों के काम 13वें अध्याय में जब हम आते हैं, वहां पे पौलुस और बरनबास अपने पहले मिशनरी यात्रा के लिए तैयार होते हैं। ഒന്ന് ശ്രദ്ധിക്കുക, 3-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. 13वां अध्याय उसके 3रे पद में हम इस प्रकार पढ़ते हैं, तब उन्होंने उपवास और प्रार्थना करके उन पर हाथ रखकर उन्हें विदा किया। ആരാണ് പറഞ്ഞയച്ചത്? किसने विदा किया? ഓക്കെ, ദി അസംബ്ലി, സഭയാണ് അയച്ചത്. कलीसिया ने उन्हें विदा किया। സഭയാണ് അവരെ പ്രാർത്ഥനയിൽ അയച്ചത്. कलीसिया ने प्रार्थना के साथ उन्हें विदा किया। 14-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവർ മടങ്ങി വന്നു. 14वें अध्याय के अंत की तरफ जो आते हैं वो वापस आए। അവിടെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചത് അവിടെ നിന്ന് ആയിരുന്നുവല്ലോ എന്ന്. वहां पर पद 26 उसके 26वें पद 14वें अध्याय में हम इस प्रकार पढ़ते हैं, वहां से जहाज में अंतकिया में आए, जहां से वे उस काम के लिए जो उन्होंने पूरा किया था परमेश्वर के अनुग्रह पर सौंपे गए थे। അവർ വീണ്ടും സഭയിലേക്കാണ് മടങ്ങി വന്നത്. वो वापस कलीसिया की तरफ आए। മടങ്ങി വന്ന് അവരിൽ കൂടെ ദൈവം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിച്ച് അവിടെ പറഞ്ഞു. और उन्होंने वापस आकर कलीसिया में जो परमेश्वर ने उनके द्वारा कार्य किया उस बातों का विवरण किया। എന്താ പറഞ്ഞത്? क्या कहा? 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അവിടെ അറിയിച്ചു. 27वां पद, वहां पहुंचकर उन्होंने कलीसिया इकट्ठी की और बताया कि परमेश्वर ने हमारे साथ होकर कैसे बड़े बड़े काम किए। ഞങ്ങൾ ഇവിടെ പോയി അവിടെ 10 പേര് രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ അവിടെ പോയി 10 പേര് സ്നാനപ്പെട്ടു എന്ന് ഞങ്ങൾ ചെയ്തു എന്നല്ല അവർ പറഞ്ഞത്. ദൈവം അവരിൽ കൂടെ ചെയ്ത കാര്യങ്ങളാണ് അവർ വിവരിച്ച് സഭയോട് പറഞ്ഞത്. हम उस जगह गए और इतने लोगों ने उद्धार पाया, हम इस जगह गए, इतने लोगों ने बपतिस्मा लिया, इस प्रकार नहीं किया। उन्होंने कहा परमेश्वर ने हमारे द्वारा ये कार्य किए।
ദൈവം ചെയ്തതൊക്കെ അവർ വിവരിച്ച് പറഞ്ഞു. परमेश्वर ने जो उनके जीवन में किया उन बातों को उन्होंने विवरण किया. ഞാൻ പറയുന്ന കാര്യം തമാശയായിട്ട് എടുക്കണം കേട്ടോ. इसको थोड़ा सा आप हास्य के तौर पर लीजिए. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഞങ്ങൾ 2 യാത്രയ്ക്ക് പോയി. सितंबर और अक्टूबर माह में हम 2 यात्राएं हमने की. സെപ്റ്റംബറിൽ ഞങ്ങൾ പോയത് തികഞ്ഞും വ്യക്തിപരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. सितंबर में हम व्यक्तिगत तौर पर एक यात्रा की. അതിന് കാരണം അറിയാം, ബാസന്തി അവിടെ കൊണ്ടുപോയ പേപ്പർ വർക്ക് എല്ലാം പൂർത്തീകരിച്ച് വരണം എന്നുള്ളത്. उसके कार्य को आप जानते हैं. बासंती को वहां पहुंचकर कुछ पेपर वर्क वहां पर हम ആ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ സഭയായിട്ട് സഹോദരന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ അയച്ചു. उस संदर्भ में जब हम जाने वाले थे, कलीसिया के लोग आए, प्रार्थना कर हमें भेजा. എന്നാൽ 6 മാസം മുമ്പ് ഒക്ടോബർ മാസത്തില് ഞങ്ങളൊരു മിഷൻ ട്രിപ്പിന് പോകുന്നുണ്ട് എന്ന് വിവരം സഭയെ അറിയിച്ചിരുന്നു. लेकिन 6 महीने पहले हमने कलीसिया में बताया था कि अक्टूबर के महीने में हम एक मिशन यात्रा की तरफ जा रहे हैं. അത് പ്യൂർലി ഒരു മിഷൻ ട്രിപ്പ് ആയിരുന്നു. वो एक मिशनरी यात्रा थी. നമ്മൾ തന്നെ നോക്കുക, എത്ര പേര് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, എത്ര പേര് അന്വേഷിച്ചു, എത്ര പേര് ആ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളത്. हम कलीसिया के तौर पर इन बातों को सोचें, कितने लोगों ने उस बात को याद किया, प्रार्थना किया और हमारे पारिवारिक तौर पर भी उन बातों को याद किया. തീർച്ചയായിട്ടും ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. बहुत व्यक्ति तौर पर कुछ लोगों ने जरूर प्रार्थनाएं की हैं. അതുകൊണ്ടാണ് ഞങ്ങൾ യാത്രയ്ക്ക് ഒരു വിഘ്നവും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി കർത്താവ് തന്ന ദൗത്യം പൂർത്തിയാക്കി ഞങ്ങൾ മടങ്ങി വന്നു. इसीलिए हमारी यात्राओं में किसी प्रकार की परेशानी नहीं है. परमेश्वर ने जो कार्य पूरा करना था पूर्ण कर हम सुरक्षित वापस आने पाए. സഭയിൽ നമുക്ക് ആ വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ വേണ്ടി ഒരുമിച്ച് കൂടി ആ വിവരങ്ങൾ കേൾക്കാനും അറിയുവാനും ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ വരും. कलीसिया के तौर पर इस प्रकार का दृष्टिकोण अगर हमारे दिल में है, तभी हम इन बातों को एक साथ चिंतन कर बातों को हम वर्णन कर सकते हैं. ഒറ്റ വാക്കിൽ ഇനിയുള്ളത് 3 ഞാൻ പങ്കുവെച്ചിരുന്നുകൊള്ളാം. आने वाले बाकी 3 सम्मेलनों को बस एक शब्द में कहकर मैं आगे बढ़ना ആ चाहूंगा. റെഫറൻസ് പിന്നീട് വായിച്ചു നോക്കുക. ദൈവാത്മാവ് തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. उन वाक्यों को आप घर जाकर पढ़ सकते हैं. परमेश्वर की आत्मा हमसे बात करेगी. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് മൂപ്പന്മാരുടെയും ശുശ്രൂഷയുടെ മാത്രമായിട്ടുള്ള സഭയുടെ യോഗം. और बहुत ही एक प्रधान सभा अलग ये है, परमेश्वर के कलीसिया के जो प्रधान लग जन हैं, जो परमेश्वर के एल्डर्स हैं कलीसिया के, उनकी जो सम्मेलन. ദൈവത്തിന്റെ കാര്യപദ്ധതിയിൽ നമുക്കറിയാം, ദൈവം ലീഡേഴ്സിനെ എഴുന്നേൽപ്പിച്ച് അവരിൽ കൂടെയാണ് ജനത്തെ നയിക്കുകയും തൻ്റെ ഹിതം അവരിൽ കൂടെ നിറവേറ്റുകയും ചെയ്യുന്നത്. परमेश्वर की जो कार्य है वो इस प्रकार है, कुछ लोगों को वो खड़ा करता है और उनके द्वारा परमेश्वर के कार्यों का निवर्तन करता है. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സഭയുടെ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് അതൊരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ല. मैं फिर से याद दिलाना चाहता हूं कि जो कलीसिया की जो संविधान है या जो गवर्नमेंट है, वो जिस प्रकार हम राज्य देखते हैं उस प्रकार का एक डेमोक्रेटिक गवर्नमेंट नहीं है. എല്ലാവരും ഉൾക്കൊള്ളിച്ചല്ല സഭയെ നിയന്ത്രിക്കുകയും സഭയെ നയിക്കുകയും ചെയ്യുന്നത്. सभी का इस प्रकार ध्यान रखकर नहीं हम नेतृत्व करते हैं. എല്ലാവരുടെ അഭിപ്രായം എടുത്തിട്ട് അതിലൊരു തീരുമാനം എടുക്കുകയല്ല സഭയെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. सभी के विषयों को, सभी के शब्दों को सुनकर वहां पर निर्णय नहीं लिया जाता. ദൈവം നിയോഗിച്ചിരിക്കുന്ന മൂപ്പന്മാരാലും ശുശ്രൂഷകരാലും ആണ് ദൈവസഭ നയിക്കപ്പെടുന്നത്. परमेश्वर जिन लोगों को चुने हैं, जो प्रधान लोग हैं, परमेश्वर के कलीसिया के जो पूर्वज लोग हैं, वो लोग उन बातों को निर्णय लेते हैं. അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. वहां पर हम यशायाह नबी की पुस्तक उसके 40वें अध्याय और उसके 11वें पद में इस प्रकार पढ़ते हैं. അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. वो चरवाहे की नाई अपने झुंड को चराएगा, वह भेड़ों के बच्चों को अंकुआर में लिए रहेगा और दूध पिलाने वालियों के लिए धीरे धीरे चलेगा. ദൈവമക്കളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, സ്ഥലസഭകളെ നയിക്കുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സ്ഥലസഭയുടെ മൂപ്പന്മാരും ശുശ്രൂഷകരുമാണ്. प्रियजनों, इन बात को ध्यान रखें, कलीसिया के, परमेश्वर की कलीसिया को जो चलाते हैं वो परमेश्वर ने जिन लोगों को चुना है, उस प्रकार से जो प्रधान और पूर्वज लोग हैं वो उन बातों को चलाते हैं. മൂപ്പന്മാരാണ് നയിക്കുന്നത്, അവരെ സഹായകമായിട്ട് ശുശ്രൂഷകർ കൂടെ ഉണ്ട്. परमेश्वर की कलीसिया में जो पूर्वज लोग हैं वो सभा का कलीसिया को चलाते हैं और बाकी लोग उनके सहायता करते हैं. മൂപ്പന്മാരുടെ യോഗ്യതയെക്കുറിച്ച് 1 തിമോഥെയോസ് 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോഗ്യതകൾ പറഞ്ഞ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു യോഗ്യത അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ഉപദേശിപ്പാനും സമർത്ഥരായിരിക്കണം. जो परमेश्वर के पूर्वज लोग हैं कलीसिया के, उनकी योग्यता के विषय में जब परमेश्वर कहता है 1 तिमुथियुस उसके
तीसरा अध्याय और उसके दूसरे पद में हम इस प्रकार पढ़ते हैं, जब मैंने इफिसुस में रहकर 1 Timothy chapter 3 verse 2. किसी को और मिलेगा तो पढ़ सकते हैं, तीसरा अध्याय उसका दूसरा पद। अध्यक्ष जो है निर्दोष और एक ही पत्नी का पति, संयमी, सुशील, सभ्य, पुनाई करने वाला और सिखाने में निपुण हो। ശിഖാനെ में निपुण, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. വെറും ഉപദേശിപ്പാനായിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിനുള്ള പൂർണ്ണ കഴിവുള്ളവനായിരിക്കണം. सिखाने में निपुण होना जरूरी है, केवल सिखाना नहीं, निपुणता के साथ सिखाना जरूरी है। അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. बहुत ही प्रधान विषय। അടുത്തത് ആറാമത്തേത്, छठी बात, അത് നമുക്ക് പുതിയൊരു യോഗമാണ്. वो हमारे लिए एक नई सभा है। നമ്മളത് പുതിയതായിട്ടൊരു മീറ്റിംഗ് ആരംഭിക്കാനല്ല പോകുന്നത്, नया एक सम्मेलन मीटिंग हम शुरुआत नहीं करने जा എന്നാൽ रहे നമ്മൾ हैं। കൂടി വരുമ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. लेकिन जब हम एकत्रित होते हैं हम ये बात कर सकते हैं। അത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങളിലാണ്. वो हम प्रेरितों के काम उसका 11वां अध्याय और उसका 30 और 31 पद में पढ़ते हैं। അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. उसके 30 और 31 पद में हम इस प्रकार पढ़ते हैं, फिर वे विदा होकर अंतिकिया में पहुंचे और सभा को इकट्ठी करके वह उन्होंने पत्री दे दी और वे पढ़कर उस उपदेश की बात से अति आनंदित हुए। അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ ഒരു കാര്യം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അത് നാം കാണുന്നത് 1 തിമോഥെയോസ് 4:13. जब पौलुस तिमोथियुस को पत्री लिखता है, एक बात बहुत विशेष तौर पर कहता है, वो पहला तिमोथी उसका 4 अध्याय 13 पद में हम पढ़ते हैं। 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. जब तक मैं ना आऊं तब तक पढ़ने और उपदेश और सिखाने में लौलीन रहो। പ്രബോധനം, ഉപദേശം നമുക്കറിയാം. हम उसको उपदेश और सिखाने के विषय में जानते हैं। വായന എന്തുവാ? पढ़ने का मतलब क्या है? എന്തുവാ? क्या मतलब है? ചിന്തിച്ചിട്ടുണ്ടോ? सोचा है कभी? ഞാൻ ഒരു സമയം വരെയ്ക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ വായന എന്തുവാന്നുള്ളത്. एक समय तक मुझे भी नहीं पता था ये पढ़ने का अर्थ क्या है। എന്നാൽ ബ്രദറൻ ചരിത്രം ആവർത്തിച്ച് വായിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. लेकिन ब्रदर इतिहास जब मैंने पढ़ा तो इस बात को मेरे दिल में आया। വായന എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഒരു ഭാഗം എടുത്ത് വായിക്കുക. पढ़ना उसका अर्थ यह है परमेश्वर के वचन का एक भाग लें और उसे हम पढ़ें। ഈ 15-ാം അധ്യായത്തിലെ ആ ഒരു സന്ദർഭം, അതിന്റെ പശ്ചാത്തലം ഇപ്പൊ പങ്കുവെക്കാനായിട്ട് സമയമില്ല. इस अध्याय का जो बैकग्राउंड है उसको सीखने का टाइम नहीं। ഒരു സമയത്ത് നമ്മുടെ കോട്ടേജ് മീറ്റിംഗ് ഒരു ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി ആയിരുന്നു, ആഴ്ചതോറും. एक समय हमारा जो भवन जो कॉटेज मीटिंग है वो हर एक सप्ताह एक वचन अध्ययन का समय था। ചിലരെങ്കിലും ഓർക്കുന്നു വിചാരിക്കുന്നു. कुछ लोग जरूर याद करते होंगे। അന്ന് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്തിരുന്നത് എന്താണെന്ന് അറിയാമോ? जब हम आते थे तो पहले हम क्या करते थे? ആ വേദഭാഗം മുഴുവനായിട്ട് വായിക്കും, ആ അധ്യായം വായിക്കും. उस भाग को, उस अध्याय को हम पूर्ण रूप से पढ़ते थे। ശ്രദ്ധയോടുകൂടെ വായിക്കുക. बहुत ध्यान से पढ़ते थे। അതും സഭയുടെ ഒരു യോഗമാണ്. वो भी सब एक कलीसिया का एक सम्मेलन है। അവസാനമായിട്ട് ഒരു യോഗം കൂടിയുണ്ട്, ഡിസിപ്ലിന് വേണ്ടിയുള്ള സഭായോഗം. एक आखिरी सम्मेलन है वो अनुशासन के लिए जो सम्मेलन। ഇതിനെക്കുറിച്ച് ഒരു വാക്ക് മാത്രം പറയട്ടെ. एक बात मैं कहना चाहूंगा उस विषय में। കുഞ്ഞുങ്ങളെ അനുശാസനത്തോടുകൂടെ, അവരെ അച്ചടക്കത്തോടുകൂടെ വളർത്തിയാൽ മാത്രമേ അവർ ആ സത്യത്തിൽ നിന്ന് വിട്ടുമാറുകയില്ല. बच्चों को अगर हम अनुशासन के साथ उनकी परवरिश करें तो जो बड़े होंगे तो उन बातों से वो हटेंगे नहीं। ലാളിച്ച് വളർത്തിയാൽ അവർ തെറ്റിപ്പോവും. उनको बहुत ज्यादा स्नेह के साथ अगर हम पालन पोषण करेंगे तो वो गलत रास्ते की ओर चले जाएंगे। നമ്മുടെ ഓരോ സഭ എന്ന് പറയുന്നത്, സ്ഥലം സഭ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്, അതൊരു കുടുംബമാണ്. हमारी जो कलीसिया है वो हमारे परिवार ही है, हमारे परिवार का हिस्सा है। ഭവനത്തിലെ മാതാവും പിതാവും കുഞ്ഞുങ്ങളുടെ ഭവിഷ്യത്ത്, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് അച്ചടക്കത്തോടുകൂടി അവരെ വളർത്തുന്നു. घर में माता पिता उनके भविष्य के विषय में सोचकर अनुशासन के साथ उनकी परवरिश करते हैं। അവരുടെ ആത്മീകമായിട്ട് വളർച്ചയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ളത് സ്ഥലം സഭയ്ക്കാണ്. उनकी आत्मिक उन्नति की जो
जो भार है वो कलीसिया की है। അവരുടെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ യുക്തമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് മക്കൾക്കും അവരുടെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരിക്കണം. उनकी भलाई के लिए जो बातें जब उनसे हम बात करते हैं वो माता पिता और कलीसिया सभी को उस बात का ध्यान रखना है। ഇതിനെ ലഘൂകരിച്ച് കാണുകയാണെങ്കിൽ നമ്മൾ വ്യക്തികളെ അല്ല ലഘൂകരിച്ച് കാണുന്നത്, പിന്നെ ദൈവത്തെ ലഘൂകരിച്ച് കാണുകയാണ്. इन बातों को अगर हम छोटे में लेते हैं, सस्ते में लेते हैं, तो हम लोगों को नहीं लेते हैं, परमेश्वर को सस्ते में लेते हैं। എന്റെ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നപ്പോൾ എന്റെ മാതാവും പിതാവും യാതൊരു തെറ്റില്ലാതെ തന്നെ ശിക്ഷിച്ച് വളർത്തി. പ്രിയ സജിത്തിനും ആ സാക്ഷ്യം തന്നെ പറയാനായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मेरे परिवार में जब मेरी परवरिश हुई, मेरे माता पिता ने उस प्रकार काफी दंड के साथ, अनुशासन के साथ मेरी परवरिश की, और प्रिय भाई भी उसी बात को गवाही कर सकते हैं। അതുകൊണ്ടാണ് ഇന്നും ആ സത്യത്തിൽ നിലനിന്ന് മുൻപോട്ട് പോകുന്നത്. और इसीलिए आज भी उस सच्चाई के साथ बने रहकर आगे बढ़ पा रहे हैं। ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. मैं यहाँ पर रोकना चाहूंगा। ഈ വായിച്ച ഭാഗങ്ങൾ ദൈവമക്കൾ എല്ലാവരും സമയം ലഭിക്കുമ്പോൾ എന്ന് ധ്യാനത്തോടുകൂടി പഠിക്കുക. जिन भागों को हमने पढ़ा, जब आपके पास समय हो, इन बातों को फिर से आप घर पर जाकर पढ़िए। തീർച്ചയായിട്ടും ദൈവാത്മാവ് പല സത്യങ്ങൾ വെളിപ്പെടുത്തി തരും. जरूर परमेश्वर की आत्मा उन सच्चाइयों को आपके हृदय में प्रदर्शित करेगा। എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. इब्रानियों की पत्री में हम पढ़ते हैं जो परमेश्वर के, जो कलीसिया के जो योग हैं, उनको कभी भी हम छोड़े नहीं, उनका छोटे में नहीं जाने। ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് അവിടെ എഴുതിയിട്ടേ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വായിക്കരുത്, കോട്ട് ചെയ്യരുത്. उधर इस प्रकार नहीं लिखा है कि उसको हम तुच्छ जानते हैं, ऐसा नहीं लिखा है वहां पर। ഉപേക്ഷിക്കാതെ, उनको कभी भी ना छोड़ें। ഒരു മീറ്റിംഗ് പോലും ഉപേക്ഷിക്കാതെ പങ്കെടുക്കുവാനായിട്ട് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. किसी भी मीटिंग को ना छोड़कर हर एक में हम भाग लेने के लिए परमेश्वर हमारी सहायता करे। ഒരു അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ ഒരു സ്ലോഗാൻ ഒരു സ്ഥലത്ത് വായിച്ചു. एक बड़ी कंपनी का स्लोगन इस प्रकार मैंने पढ़ा, അത് ഹിന്ദിയിലാണ്. वो हिंदी में है। അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: हम करके दिखाते हैं. अब इस प्रकार लिखा है कि हम करके दिखाते हैं। ആ കമ്പനിയുടെ പേര് ഞാൻ പറയില്ല, പറഞ്ഞാൽ ഞാൻ ബ്രാൻഡ് അംബാസഡർ ആയി പോകും. उस कंपनी का नाम नहीं लेना चाहते हैं, नहीं तो मैं उनका ब्रांड एम्बेसडर कहलाऊंगा। हम करके दिखाते हैं. ഞങ്ങൾ ചെയ്ത് കാണിക്കും। We do it. हम करके दिखाते हैं। We do it. हम करते हैं। ദൈവമക്കളെ, നമുക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുമോ? क्या हम इस प्रकार करके दिखा सकते हैं? അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. उसके लिए परमेश्वर हमारी मदद करे।